ചായപ്പൊടി എടുത്തിട്ട് വെയിലത്തൊന്ന് വെച്ച് നോക്കൂട്ടോ. വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചായ കുടിക്കുമ്പോൾ ഇന്ന് ഇത് മാത്രമല്ല, കുറേ ടിപ്സ് ഇന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും ഞാൻ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഒനിയനൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സമയത്ത്, ഒനിയൻ മാത്രമല്ല കേട്ടോ, അപ്പോൾ ഈ കയ്യിന് ഒരു പിന്നെ ഈ സവാളയുടെ ഒരു മണം കുറേ നേരം നിൽക്കൂല്ലേ. ഇനിയിപ്പോൾ ഒനിയന് മാത്രമല്ല, നമ്മളിപ്പോൾ മീനൊക്കെ വാഷ് ചെയ്തു, അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്മെല്ല് എന്തിനേലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഇതേപോലെ ഒരു നുള്ളു ചായപ്പൊടി നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ കയ്യിൽ എല്ലായിടത്തും ഒന്ന് ആക്കുക, കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ആക്കുക. അപ്പോൾ നല്ലൊരു ആ ഒരു മണം മൊത്തം ഒന്ന് മാറി കിട്ടും. സവാളയുടെ മണമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പുറത്ത് പോകണം, പെട്ടെന്ന് നമ്മൾ ഈ മീനോ അല്ലെങ്കിൽ സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ കുപ്പിയിലാണ് പാലൊക്കെ കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ കുപ്പിയിലാണ് പാല് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാലൊക്കെ എത്ര വാഷ് ചെയ്താലും അതിൻ്റെ ആ ഒരു മണം എന്തൊന്നും മാറി കിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു പാലിൻ്റെ മണമൊക്കെ മാറി കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ പേപ്പർ, ഒരു 5-6 പേപ്പർ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പേപ്പർ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതിലോട്ട് ഇങ്ങനെ ബ്രഷൊക്കെ ഇട്ടിട്ട് എന്നും വാഷ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രഷ് ചിലപ്പോൾ കൊള്ളില്ല, അല്ലെങ്കിൽ നമുക്ക് പാടല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറും കൂടെ ഇങ്ങനെ ചെറിയൊരു 2-3 പീസാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു ബോളാക്കിയിട്ട് നമ്മളിങ്ങനെ ഫോയിൽ പേപ്പറും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ, അതൊരു തുള്ളി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ അടപ്പ് അടച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. കാരണം നമ്മൾ പിന്നീട് നമ്മളത് നല്ല രീതിയിൽ ഇതിന് ബ്രഷൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി, നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പം ഞാനിതാ വാഷ് ചെയ്തെടുത്തു, പക്ഷെ ഇനി നമുക്ക് അതിൻ്റെ ആ പാലിൻ്റെ മണവും ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. വാഷ് ചെയ്യാൻ നമ്മൾ സാധാരണ പാത്രത്തിനേക്കാൾ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുക്കിന് ഒരു സ്മെല്ല് ഉണ്ടാവും അല്ലേ ചിലപ്പോൾ. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറാനും, അതല്ലാന്നിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബുക്കിൻ്റെ ആ ഒരു മണവും, അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു വെള്ളം നനവായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു വെള്ളം നനവൊക്കെ മാറാനായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിലെ 1-2 പേജ് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ പേജിലായിട്ട് നല്ലൊരു മണവും നിൽക്കും. അത് മാത്രമല്ല, ആ ഒരു നനവുണ്ടെങ്കിൽ അത് മാറി കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് പെന്നിൻ്റെ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് അത് ബാക്കി വന്നു എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഇതേപോലെ അതിനെ ഒന്നിങ്ങനെ ഈ ഒരു ബാക്കി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എയർ കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി എടുക്കുവാണേ. അപ്പോൾ ജസ്റ്റ് ഇതിലൊട്ടും പിന്നെ അകത്ത് എയർ കയറില്ല. അപ്പോൾ അതിങ്ങനെ പുറത്തിരുന്നാലും കേടാവില്ല കേട്ടോ. ജസ്റ്റ് എയർ കളഞ്ഞിട്ട് എടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ പെന്നിൻ്റെ ഈ ഒരു ക്യാപ്പ് ഇതിലിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒട്ടും പിന്നെ അത് കേടാവാതിരിക്കും കേട്ടോ. പുറത്ത് നമ്മളിപ്പോൾ ഇതാ 2 സൈഡിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും ഇതിനകത്തൊന്നും കയറില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ 2 ക്യാപ്പ് ഇട്ടിട്ട് വെച്ചാൽ മതി. നല്ല വൃത്തിയായിട്ട് ഇരിക്കും. 2 സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് സൈഡ് മടക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഏത് പാക്കാണെങ്കിലും അതെ, പിന്നെ ഇത് എവിടെയെങ്കിലും വീണാലോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അത് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, അതിൽ എയർ കയറിയിട്ട് അത് കേടാവുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഏത് പാക്കറ്റ് നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ റവയൊക്കെ നമ്മൾ കുറേ ദിവസത്തേക്ക് മാസങ്ങളിൽ വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിച്ചോളൂ, അതിനൊരു കേട് വരും, അല്ലെങ്കിൽ ഒരു പുഴു വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് 2 കാര്യം ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ ഇത് ചൂടാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ സമയമില്ലാത്തവർക്ക്, ചൂടൊന്നും ആക്കാൻ വയ്യാത്തവർക്ക് ഇതേപോലെ ക്ലോവ്സ് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് അവിടെ ഇരിക്കും. അത് മാത്രമല്ല, അത് ഒട്ടും കുറേ കാലം അത് കേടാവാതെ, ഒരു കീടങ്ങളോ പുഴുകളോ ഒന്നും വരാതെ അതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചായപ്പൊടിയൊക്കെ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലേറ്റിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നമ്മൾ അതൊന്ന് നല്ല വെയിലുള്ള സ്ഥലത്തല്ല കേട്ടോ, ചെറുതായിട്ടൊരു വെയിൽ കൊള്ളില്ലേ, ആ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് എടുത്ത് വെച്ച് നോക്കൂ. കുറേ കാലം കേടാവാതിരിക്കുന്ന മാത്രമല്ല, നല്ലൊരു ടേസ്റ്റും കൂടി കൂടും അതിന്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ചായ വെക്കുന്ന സമയത്ത് ഈ ചായപ്പൊടിയിലോട്ട് നമ്മൾ ഇതേപോലെ 3-4 ഏലയ്ക്ക കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മണമായിരിക്കും അതിന്. അത് മാത്രമല്ല, ഈ ചായയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും കേട്ടോ.
കാരണം ഡെയിലി നമ്മൾ ഇതൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പൂൺ നമ്മൾ ചായപ്പൊടി ഇടുന്ന സമയത്ത് ഇതും കൂടെ അതിൽ പെടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് വെക്കാം കേട്ടോ. അതായത് ഇതിൻ്റെ ഈ ഒരു തൊലി എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ അത് അതിൻ്റെ ആ ഒരു കുരുവില്ലേ, അകത്തുള്ള ആ ഒരു ഏലയ്ക്ക എല്ലായിടത്തും ഇങ്ങനെ ആവുകയും ചെയ്യും. നമുക്ക് ഓരോ സ്പൂണിലും അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഏലയ്ക്ക കൂടി ഇട്ടിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് രാവിലെ ഇപ്പോൾ ഇതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ, പ്രത്യേകം ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് വെച്ചാലും മതി. അപ്പോൾ ഓരോ സ്പൂൺ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നല്ല ചായ കിട്ടും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ വാഷ് ചെയ്യാനൊന്നും കൈ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറ്റ് വൈപ്സ് ആണിത്. നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിനേക്കാൾ വളരെ ഇതുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു പാക്കിലാണ് ഇത് വരുന്നത്. 25 വൈപ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിതാ ഫുൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വൈപ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എല്ലാറ്റിലും നമ്മൾ ടച്ച് ആവുന്നില്ല നമ്മുടെ കൈയ്യെ. അതിനുശേഷം നമ്മളിത് എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ അടച്ചും വെക്കാം. അപ്പോൾ അത് നമ്മളൊന്നും ടച്ച് ആവുന്നില്ല, അതിനകത്ത് നല്ല വൃത്തിയാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് വെറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു നല്ല രീതിയിൽ ഇതിൽ എന്താ പറയുക, ബാക്ടീരിയ ഒക്കെ നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ തന്നെ നല്ല ഒരു നമ്മൾ വൈപ്പ് ചെയ്യുന്ന ആ ഒരു ഇത് തന്നെ നമുക്ക് വരും. നമ്മൾ വാഷ് ചെയ്യുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത ആ ഒരു എഫക്റ്റ് വരും. നല്ല വൃത്തിയാവും. നമ്മൾ വെറുതെ സാനിറ്റൈസർ ചെയ്യുന്നതിനേക്കാൾ കണ്ടോ ഇങ്ങനെ വെള്ളം പോലെ വരും, കണ്ടോ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല വൃത്തിയാവും. അതേപോലെ നല്ല ഹാൻഡ് വാഷ് ചെയ്ത ആ ഒരു ഇത് വരും. നമുക്കിപ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്താൽ മതി. നല്ല വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. സാനിറ്റൈസർ യൂസ് ചെയ്യുന്നതിൻ്റെ വേറെ നമുക്ക് വെറ്റാവുമ്പോൾ കൂടുതൽ നമുക്ക് വൃത്തിയായിട്ട് തോന്നും. അത് തോന്നുക മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് അങ്ങനെ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല വൃത്തിയാണ്, യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതേപോലത്തെ ഫേസ് വൈപ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഹാൻഡ്സ് ഒക്കെ വൈപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതേപോലത്തെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സിപ്പ് ലോക്ക് കവർ കിട്ടില്ലേ, ഈ ഒരു കവറിൽ നമുക്കിത് ഈസി ആണല്ലോ, ഇതിങ്ങനെ അടച്ചു വെക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ഈ സിപ്പ് ലോക്ക് കവറൊന്നും നമ്മൾ കളയാതെ വാഷ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇട്ടിട്ട് നമുക്കിപ്പോൾ ഫ്രീസറിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബോക്സസ് ആയിരിക്കില്ലേ, അപ്പോൾ സ്പേസ് ഒത്തിരി പോകും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കവറുകളിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒത്തിരി സ്പേസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ചെറിയ ടിപ്സൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പോൾ നാളെ വീണ്ടും കാണാം, നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ബൈ.